നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഹൃദയരോഗം കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്, പ്രത്യേകിച്ചും യുവജനങ്ങളിൽ. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള നല്ല ഭക്ഷണ രീതിയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി സോമസുന്ദരനുമുണ്ട്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഹൃദയരോഗം വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഹൃദയരോഗം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാന കാരണങ്ങൾ പുകവലി, അമിത മദ്യപാനം, കൊളസ്ട്രോൾ, പ്രമേഹം, രക്തസമ്മർദ്ദം, മാനസിക സമ്മർദ്ദം, അതുപോലെ തന്നെ ശരിയായ വ്യായാമമില്ലായ്മ, ശരിയായ തോതിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാതിരിക്കൽ, ഡിപ്രഷൻ, ഇവയാണ് പ്രധാനമായും ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങളായിട്ട് 52 രാജ്യങ്ങളിലെ നടത്തിയ ഇന്റർഹാർട്ട് പഠനത്തിൽ പറയുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിലായാലും ഇത് വളരെ പ്രത്യേകമാണ്. കാരണം 45 വയസ്സിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് വരുന്നവർ ഇന്ത്യയിൽ 25%. ഈ കൂടി വരുന്ന ഈ അമിത മദ്യപാനം, അതുപോലെ തന്നെ പുകവലി ശീലം, തെറ്റായ ഭക്ഷണ രീതി, മാനസിക സമ്മർദ്ദം, ഇവ കൂടുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും. അപ്പം ഇത്തരം ദുശ്ശീലങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാകേണ്ടതും നമ്മുടെ ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതും ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ശീലങ്ങൾ, തെറ്റായ ഭക്ഷണശീലം എന്ന് പറയുന്ന സമയത്ത് തെറ്റായ ഭക്ഷണശീലമാണ് കൊളസ്ട്രോളിന് പ്രധാന കാരണം. ഈ ഉയർന്ന കൊളസ്ട്രോൾ മാത്രമല്ല, മറ്റ് രോഗങ്ങൾ, അയോർട്ടിക് ഡിസക്ഷൻ പോലെയുള്ള രോഗങ്ങൾ, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ, അതുപോലെ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമെറ്റോസ് പോലെയുള്ള രോഗങ്ങൾ, അതുപോലെ അല്ലാതെയുള്ള കൊറോണറി രക്തക്കുഴലിൻ്റെ തകരാറുകൾ, ജന്മനായുള്ള തകരാറുകൾ, ഇതെല്ലാം തന്നെ ഹൃദ്രോഗത്തിന് കാരണമാകുന്നുണ്ട്. ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അത് കേവലം കൊളസ്ട്രോൾ മാത്രമാണെന്ന് ധരിക്കരുത്. പക്ഷേ എങ്കിലും ഏറ്റവും പ്രധാന കാരണം തന്നെയാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഉയർന്ന കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാവുന്നതിന് കാരണമാവുന്നു. ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, അതുപോലെ തന്നെ റൈറ്റ് കൊറോണറി ആർട്ടറി. ഈ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആയാലും റൈറ്റ് കൊറോണറി ആർട്ടറി ആയാലും അതിൻ്റെ ബ്രാഞ്ചസിലായാലും എവിടെയെങ്കിലും ചെറിയ തോതിൽ ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അറ്റാക്കിന് കാരണമാവുന്നു. പലപ്പോഴും ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളിൽ, കൊറോണറി ആർട്ടറീസിൽ ഉണ്ടാകുന്ന സ്റ്റീനോസിസ് കണ്ടെത്താതെ പോകുന്നു. അത് 30% കുറവാകുന്ന സമയത്ത്, 50% കുറവാകുന്ന സമയത്ത് വലിയ തോതിൽ കുഴപ്പമുണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷേ എങ്കിലും 50%-ലധികം വരുന്ന സമയത്ത് അത് നെഞ്ഞുവേദന മാനിഫെസ്റ്റ് ചെയ്യുകയും അത് അറ്റാക്കിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ മാനസിക സമ്മർദ്ദം നമ്മളെ സമകാലീന മലയാളി സമൂഹത്തിൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ശരീരത്തിലെ ഭക്ഷണത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. പിന്നെ ശരീരത്തിൽ നിർമ്മിക്കുന്നതുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ നിർമ്മിക്കപ്പെടുന്നത് രാത്രിയിലായതുകൊണ്ട് കൊളസ്ട്രോൾ ഇല്ലാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടത് രാത്രി 8 മണിക്ക് മുമ്പാണ്. ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. അപ്പം നമ്മളിതൊക്കെ പറയുന്ന സമയത്ത്, ഈ കൊളസ്ട്രോൾ കൂടുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്കത് ഭക്ഷണത്തിലൂടെ വലിയൊരു പരിധി വരെ തടയാൻ കഴിയും. പ്രധാനമായിട്ടും ബേക്കറി ഭക്ഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന ട്രാൻസ് ഫാറ്റി ആസിഡുകൾ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, വെളിച്ചെണ്ണ, എണ്ണ, അതുപോലെയുള്ള അങ്ങനത്തെ ഭക്ഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഐറ്റംസും കൊളസ്ട്രോളിന് കാരണമാവുന്നു. ഇപ്പം നമ്മൾ കഴിക്കുന്ന ട്രാൻസ് ഫാറ്റി ആസിഡുകളായാലും ഫൈബർ കുറഞ്ഞ ഭക്ഷണങ്ങളായാലും കലോറി കൂടിയ ഭക്ഷണങ്ങളായാലും അത് ഹൃദ്രോഗത്തിൻ്റെ പ്രധാന കാരണമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുകയും കലോറി കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയും ട്രാൻസ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുകയും ചെയ്യണം. ഇത് നമ്മുടെ നല്ല ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് നല്ല ഹൃദയാരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ്. ഇതോടൊപ്പം തന്നെ വ്യായാമം അതീവ പ്രധാനമാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ ദിവസവുമുള്ള വ്യായാമമാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തെ 5 മിനിറ്റ് മെല്ലെ നടക്കുക, പിന്നെയുള്ള 25 മിനിറ്റ് വളരെ വേഗത്തിൽ നടക്കുക,
പിന്നെയുള്ള 5 മിനിറ്റ് മെല്ലെ നടക്കുക. അങ്ങനെ ഒരു 30-35 മിനിറ്റെങ്കിലും ദിവസം നടക്കേണ്ടത് വളരെ പ്രധാനമാണ്. അത് ഓരോ വ്യക്തിക്കും പ്രധാനമാണ്. ഇത് പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ ദിവസം 1 മണിക്കൂർ നടക്കണം. അപ്പോൾ ഈ തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാമപ്പ് എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യമാണ്. വ്യായാമങ്ങൾക്ക് മുമ്പായിട്ടുള്ള ശരീരത്തിന്റെ കൈകൾ ഉയർത്തലും കിടന്നിട്ട് കാല് പൊന്തിക്കുന്നതും പോലെയുള്ള കാര്യങ്ങളും വളരെ പ്രധാനമാണ്. ഇപ്പം ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വ്യക്തിയുടെയും ശ്രദ്ധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണശീലം, ചിലർ സസ്യഭക്ഷണം മാത്രം കഴിക്കുന്നവരായിരിക്കും, ചിലവർ എല്ലാ ഭക്ഷണവും ഡോക്ടർ, കഴിക്കുന്നവരായിരിക്കും. ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകയുണ്ട്, ക്രിസ്റ്റീന കായംകുളത്ത് നിന്ന്. ക്രിസ്റ്റീന, ഡോക്ടറോട് ചോദിക്കാം. ശരി, ഹലോ ക്രിസ്റ്റീന പറയൂ. ഹലോ പറയൂ ഡോക്ടർ. ക്രിസ്റ്റീന. പിന്നെ ഇന്നലെ എനിക്കൊരു 11 മണിയായപ്പം പിന്നെ എനിക്ക് BP ഡൗൺ ആകാൻ തുടങ്ങി. ഹലോ അതെ. ഹലോ BP ഡൗൺ ആകാൻ ഹലോ. തുടങ്ങിയപ്പം ഞാൻ പിന്നെ BP ചെക്ക് ചെയ്യാൻ ചെന്നപ്പോ എനിക്ക് ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുതൽ. ഹലോ ഓക്കെ. കേൾക്കാവോ? അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും BP കുറഞ്ഞോണ്ട് ഞാൻ ഉപ്പ് കഴിച്ചു. എനിക്ക് BP ഹൈ പോയി ഡൗൺ ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർമാർ മരുന്നൊന്നും അങ്ങനല്ല, അങ്ങനെ ചെക്ക് ചെയ്തിരിക്കണം. അങ്ങനെ പിന്നെ നെഞ്ചുവേദന വന്ന് രാത്രി ഹോസ്പിറ്റലിൽ പോയി. ഓക്കെ. പറയൂ. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ECG വല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ? ECG ഹാർട്ട് ബീറ്റ് കൂടുതൽ കാണിക്കും. ഹലോ, ഓക്കെ. ECG അങ്ങനെ തലചുറ്റലോ മറ്റോ ഉണ്ടായിരുന്നോ? അത് ECG എടുത്ത സമയത്ത് എന്തെങ്കിലും തകരാറുണ്ടായിരുന്നോ? ട്രോപ്പോണിൻ ഹാർട്ട് അറ്റാക്ക് അറിയാനുള്ള ടെസ്റ്റ് ചെയ്തോ? ചെയ്ത് ECG എടുത്ത് അത് 1 മണിക്കൂറിന് ഒബ്സർവേഷനിൽ ഇരുത്തി രണ്ടാമത് ECG എടുത്ത് എനിക്ക്. ഓക്കെ. എന്നിട്ട് പിന്നെ പറയൂ. വേദന മാറിയില്ലെന്ന് പറഞ്ഞപ്പോ ബ്ലഡ് എടുത്ത് ഒരു ടെസ്റ്റ് ചെയ്ത്. അത് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പം അത് നെഗറ്റീവ് എന്ന് പറഞ്ഞ് കാർഡിയോളജിയെ കാണിക്കാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ അത് നെഗറ്റീവ് എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറെ കാർഡിയോളജിയെ കാണിക്കാൻ പറഞ്ഞു. അതെന്താ ഡോക്ടറെ BP ഹൈ പോയി ഡൗൺ ആവുന്നത്? നമ്മള് ഒന്നാമതായിട്ട് നമുക്ക് നെഞ്ഞുവേദന വരുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ ചിലർക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവൂ. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ് വരെയൊക്കെ. അത് ചിലപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ പരിശോധിക്കേണ്ടതായിട്ട് മാത്രമേ വരും. പക്ഷേ ഇത് ഒരു 20 മിനിറ്റോളം വേദന ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇടത്തെ കൈൻ്റെ അടുത്തേ വേദന വന്നിട്ടില്ലെങ്കിൽ കൂടിയും നമ്മൾ അറ്റാക്ക് അല്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പിന്നെ പലപ്പോഴും കൃത്യമായ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അരമണിക്കൂറിലധികം ഉണ്ടാവും. അതുപോലെ തന്നെ ഇടത്തെ കൈൻ്റെ അടുത്തേക്ക് റേഡിയേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ പലപ്പോഴും വിയർപ്പുണ്ടാവും, ഛർദ്ദിക്കാൻ വരും, നല്ല വേദനയായിരിക്കും, സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. അതാണ് ശരിക്കുള്ള ST എലിവേഷൻ MI എന്ന് പറയുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മുടെ നമുക്ക് ഉണ്ടാവാവുന്ന മറ്റൊരു തരം രോഗമാണ് എൻസ്റ്റമി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിലും ചിലപ്പം പ്രഷർ കുറഞ്ഞു പോകും. നമ്മളെ ശരിക്കുള്ള പ്രഷർ കുറഞ്ഞതാണ് അങ്ങനെ പ്രസന്റ് ചെയ്യുക. ഇതെല്ലാം തന്നെ ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് വരുന്നത്. ഇതെല്ലാം തന്നെ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന വിഭാഗത്തിലാണ് നമ്മൾ പെടുത്തുന്നത്. ഇതിൽ ആദ്യത്തെ അൺസ്റ്റേബിൾ എഞ്ചിൻ എന്ന് പറയും. പിന്നെ ശരിക്കുള്ള അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് ST എലിവേഷൻ MI എന്ന് പറയുന്നതാണ്. പിന്നീട് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഇൻഫീരിയർ വാൾ MI. അപ്പം നമ്മൾ ഇതിലൊക്കെ തന്നെ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത് ECGയിൽ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അത് പിന്നെ ട്രോപ്പൈ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യും. അറ്റാക്ക് ആണോ എന്നറിയാനുള്ള ഒരു പ്രധാന ടെസ്റ്റാണ് ട്രോപ്പൈ ടെസ്റ്റ്. അത് അത്രയും സമയത്തിനകം കിട്ടിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണെങ്കിൽ, പ്രത്യേകിച്ച് V1 മുതൽ V6 വരെയുള്ള ലീഡ്സിൽ നല്ല കാര്യമായ മാറ്റം ഉണ്ടെങ്കിൽ ST എലിവേഷൻ MI എന്നാണ് പറയുക. ഇത് കൂടാതെ അതിൽ ട്രോപ്പൈ പോസിറ്റീവ് ആയിരിക്കും. അതിൽ പെട്ടെന്ന് ചെയ്യേണ്ട ചികിത്സ എന്ന് പറയുന്നത് പെർക്കുട്ടേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറാണ്. പക്ഷേ എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഉൾനാടൻ ഗ്രാമങ്ങളിലൊന്നും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാനുള്ള സൗകര്യമില്ല. അപ്പം നമ്മൾ അതിന് സൗകര്യമുള്ള സ്ഥലത്തേക്ക് വിടേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് കഴിക്കേണ്ട മരുന്നുകൾ കഴിക്കണം.
ഉദാഹരണമായിട്ട് ക്ലോപ്പിഡോഗർ, എക്കോസ്പിരിൻ, ഇഞ്ചക്ഷൻ പാൻറ്റോപ്രസോള് ഇത്രയുള്ള മരുന്നുകൾ കഴിച്ചതിന് ശേഷം പെട്ടെന്ന് അടുത്ത് അതിന് സൗകര്യമുള്ള ജില്ലാ ആശുപത്രികൾ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ഹൈടെക് ഹോസ്പിറ്റലുകൾ നമ്മളതിന് ചികിത്സ എടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംശയം ഉള്ള സാഹചര്യത്തിൽ അതിന് സൗകര്യമുള്ള ഹൃദയ ചികിത്സയ്ക്ക് സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കണം നമ്മൾ കൂടുതൽ എത്തുന്നത്. അല്ലാതെ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്കത് സമയനഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് ST എലിവേഷൻ MI എന്ന് പറയുന്നതിൽ സാധാരണ 2 മണിക്കൂറിനകം കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ അത് വലിയൊരു വിജയപ്രദമായിരിക്കും. അത് കഴിയാത്ത സാഹചര്യത്തിൽ സെപ്റ്റോകൈനേസ് എന്ന് പറയുന്ന ഹൃദയത്തിലെ ബ്ലോക്ക് അലിയിക്കുന്നതിനുള്ള മരുന്നും കൊടുക്കുന്നുണ്ട്. ഇതും വേറെക്കുറെ ഫലപ്രദമാണ്. നമ്മളെ പല സ്ഥലങ്ങളിലും നമ്മളെ കേരളത്തിലൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ കൂടുതലാണ്. പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ അത്തരം സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. ഇപ്പം ഇതാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ചിലപ്പോൾ ഈ ST എലിവേഷൻ MI അല്ലാതെ ഇൻഫീരിയർ വാൾ MI ആണെങ്കിൽ അതിൽ പ്രഷർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ നമ്മുടെ അറ്റാക്കിന്റെ ഭാഗമായിട്ട് കോംപ്ലിക്കേഷൻ വരുന്ന സമയത്ത് കാർഡിയോജനിക് ഷോക്കിലേക്ക് പോയാലും ഇങ്ങനെ പ്രഷർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രഷർ കുറഞ്ഞു പോകുന്നത് തൈറോയിഡ് രോഗമുള്ളവരിൽ, പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിലും അത്തരം മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ECGയിൽ എടുത്ത് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഹൃദയാരോഗ്യം സംരക്ഷണത്തിനുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം? ഇപ്പോൾ ജീവിതശൈലിയിലൊക്കെ പല ജീവിതശൈലിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഭക്ഷണക്രമം എങ്ങനെയുള്ളതായിരിക്കണം? തീർച്ചയായും ഭക്ഷണക്രമം വളരെ പ്രധാനമാണ് ഹൃദയാരോഗ്യത്തിന്റെ കാര്യത്തിൽ. ഭക്ഷണത്തിലെ തകരാറുകളാണ് 30% ഹൃദയാരോഗ്യത്തിന് കാരണമെന്ന് വളരെ തെളിയിക്കപ്പെട്ട ഫാക്റ്റാണ്. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം. അതിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അത് മാത്രമല്ല പയറുവർഗ്ഗങ്ങളും കൂടി കഴിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരിക്കലും ട്രാൻസ് ഫാറ്റി ആസിഡുകൾ അമിതമായിട്ട് കഴിക്കാൻ പാടില്ല. അപ്പോൾ കലോറി കുറഞ്ഞ ഭക്ഷണം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ ആവശ്യമുള്ള ഫാറ്റും അധികമല്ലാത്ത കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങളും നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനം പയറുവർഗ്ഗങ്ങളാണ്. പയറുവർഗ്ഗങ്ങളിൽ ആവശ്യമായ പ്രോട്ടീനുകളുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ നല്ല രീതിയിലുള്ളതാണ് തൈര് എന്ന് പറയുന്നത്. പിന്നെ കൂൺ പോലെയുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ചീരയുടെ ഇല, ചുവന്ന ചീര, പച്ചച്ചീര, അതുപോലെ തന്നെ കാബേജ്, ഇതെല്ലാം കലോറി കുറഞ്ഞ ഭക്ഷണമാണ്. ഫിഷ് കറി വെച്ച് കഴിക്കുന്നതും നല്ലതാണ്. പച്ചക്കറികൾ കഴിക്കുന്നവർക്ക് ആ രീതിയിലുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാം. കാരണം തൈരിൽ നല്ല രീതിയിലുള്ള പ്രോട്ടീനും ഉണ്ട്, വളരെ നല്ലതുമാണ്. പിന്നെ ഇത് സ്ഥിരമായ പച്ചക്കറികൾ മാത്രം കഴിക്കുന്നവരിൽ ചിലപ്പോൾ B12 ഡെഫിഷ്യൻസി ഉണ്ടാവാം. അപ്പം അത് നികത്തുന്നതിനായിട്ട് ഈ ചണവിത്ത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ തൈര് കഴിക്കുന്നതും നല്ലതാണ് B12 ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഭക്ഷണ രീതി എന്ന് പറയുന്ന ഓരോ വ്യക്തിക്കും വ്യത്യാസമുണ്ടായിരിക്കും. എങ്കിലും കൂടി കലോറി കുറഞ്ഞ ഭക്ഷണമാണ് നമ്മുടെ ഹൃദയത്തിന് വളരെ അത്യാവശ്യമായിട്ട് ഉള്ളത്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഇന്ത്യക്കാർ പലരും ആവശ്യത്തിന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും ആവശ്യത്തിന് വ്യായാമം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യവും ഉൾക്കൊണ്ടേ പറ്റും. നമ്മുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്ന സമയത്ത് കലറി കുറഞ്ഞ ഭക്ഷണങ്ങളാണ്. ഇപ്പോൾ നമ്മൾ മുത്താറി, അതുപോലെ തന്നെ റോൾഡ് ഓട്സ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. നല്ല ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സമയത്ത് ആപ്പിൾ, ഓറഞ്ച്, കക്കിരി, വെള്ളരി, അതുപോലെ തന്നെ പേരക്ക, പഴം, ഇതെല്ലാം തന്നെ നല്ല ഭക്ഷണങ്ങളാണ്. പക്ഷേ ഓരോ ആളുകളുടെ രോഗത്തിനനുസരിച്ച് അതിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വേണ്ടി വരും. ഉദാഹരണമായിട്ട് ഒരു പ്രമേഹമുള്ള രോഗികളാണെങ്കിൽ അവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ചിലതുണ്ട്, നിർബന്ധമായും കഴിക്കേണ്ട ഭക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ പ്രമേഹമുള്ളവരിൽ ഹൃദ്രോഗസാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹമുള്ളവർ പഴുത്ത ചക്ക കഴിക്കരുത്, പഴുത്ത മാങ്ങ കഴിക്കരുത്, കൈതച്ചക്ക കഴിക്കരുത്, മുന്തിരി കഴിക്കരുത്, വത്തക്ക കഴിക്കരുത്, പഴം കഴിക്കരുത്. അതേസമയത്ത് പ്രമേഹമുള്ളവർ ധാരാളമായിട്ട് കഴിക്കാവുന്ന ഫ്രൂട്ട്സാണ് ആപ്പിൾ, ഓറഞ്ച്, കക്കിരി, വെള്ളരി, അതുപോലെ തന്നെ സ്ട്രോബെറി, ബ്ലൂബെറി, കിവി, അവക്കാഡോ എന്നിവ. അതേസമയത്ത് ജ്യൂസ് കഴിക്കാൻ പാടില്ലതാണ്. ഇതിനോടൊപ്പം തന്നെ പ്രമേഹമുള്ളവർ തൈര് കഴിക്കാവുന്നതാണ്. പ്രമേഹമുള്ളവർക്ക് മത്സ്യം കഴിക്കാനും പറ്റും, കറി വെച്ച് കഴിക്കുന്നതും നല്ലതാണ്. പക്ഷേ അമോണിയം ഇല്ലാത്ത മത്സ്യം കറി വെച്ച് കഴിക്കണം, പ്രത്യേകിച്ച് മത്തി പോലെയുള്ള ഐറ്റംസ്.
ഇപ്പം നമ്മൾ ഈ പറയുന്ന സമയത്ത് ഭക്ഷണ രീതി ഓരോ ആളുകൾക്കും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർ അത്തരം ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കാവുന്നതാണ്. മുത്താറി കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ട് അത് ഗ്രീൻ പീസ് അല്ലെങ്കിൽ കടലക്കറി ഉപയോഗിച്ച് കഴിക്കുന്നത് വളരെ നല്ല ശീലമാണ്. ഇത് ഇത്തരം ശീലങ്ങൾ, പ്രത്യേകിച്ച് കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു ശീലമാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക എന്ന് പറയുന്നത്. മിക്ക ബേക്കറി ഐറ്റംസിലും ട്രാൻസ് ഫാറ്റി ആസിഡുകളുണ്ട്. ഈ ട്രാൻസ് ഫാറ്റി ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഇത് ശരീരത്തിലെ ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളിലെ ബ്ലോക്കിന് കാരണമാകുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ കഴിക്കുന്ന അമിതമായ ചോറ്, അതുപോലെ തന്നെ അമിതമായ ഭക്ഷണങ്ങളുടെ ചപ്പാത്തി ആയാലും ചോറായാലും ഇഡ്ഡലി ആയാലും അതെല്ലാം തന്നെ ട്രൈഗ്ലിസറൈഡ് ആയിട്ട് തീരാനുള്ള സാധ്യതയും അത് കൊളസ്ട്രോളിന് കാരണമാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 200 മില്ലിഗ്രാമിൽ താഴെയായിരിക്കണം. അത് 240 അധികമാണെങ്കിൽ കൂടുതൽ അളവിൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. അറ്റർവസ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകളാണ് കഴിക്കുന്നത്. ചെറിയ തോതിലുള്ള കൊളസ്ട്രോൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഭക്ഷണത്തിലൂടെ ഒരു മാസമൊക്കെ കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ച് പിന്നെ ഭക്ഷണത്തിലൂടെ ക്രമീകരിക്കാവുന്നതാണ്. പക്ഷേ അത് 3-4 മാസം കൂടുന്ന സമയത്ത് കൊളസ്ട്രോൾ പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു കൊളസ്ട്രോൾ പരിശോധിക്കാൻ സമയത്ത് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാമെങ്കിലും ഏറ്റവും നല്ലത് രാത്രി 10 മണിക്ക് ശേഷം ഭക്ഷണമൊന്നും കഴിക്കാതെ പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കാതെയുള്ള ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നതായിരിക്കും നല്ലത്. ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന സമയത്ത് അതിൽ HDL ഉണ്ട്, അതാണ് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. LDL ഉണ്ട്, അതാണ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. VLDL ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഐറ്റംസ് ഉണ്ട്. ട്രൈഗ്ലിസറൈഡ്. ഇതിൽ HDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ 40-ലധികം വേണം, സ്ത്രീകളിൽ 50-ലധികവും വേണം. ഇത് കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നടത്തം എന്ന് പറയുന്നത്. പിന്നെ മരുന്ന് കഴിക്കുന്നത് നിക്കോട്ടിനിക് ആസിഡ് പോലെയുള്ള മരുന്നുകൾ ലഭ്യമാണ്. പക്ഷേ നല്ലത് വ്യായാമങ്ങളാണ്. വ്യായാമം എന്ന് പറഞ്ഞാൽ നടത്തം മാത്രമല്ല, നൃത്തം, അതുപോലെ ഡോക്ടർ തന്നെ ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു ജോഗിംഗ്, പ്രേക്ഷകനുണ്ട്, അതുപോലെ അബ്ദുൽ ഖാദർ, എറണാകുളത്ത് നിന്ന്. അബ്ദുൽ ഖാദർ, ഡോക്ടറോട് ചോദിക്കാം. പറയൂ. ഹലോ ഡോക്ടർ, ഞാൻ എറണാകുളത്ത് ഞാൻ 12 കൊല്ലം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണേ. ഓക്കെ. 12 കൊല്ലം മുമ്പ് മരുന്നുകൾ മുറയ്ക്ക് കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കുന്നുണ്ട്. പ്രമേഹം ഉണ്ടോ? പ്രമേഹമില്ല. ആൻജിയോപ്ലാസ്റ്റി പക്ഷേ പ്രഷർ ഇപ്പൊ സിസ്റ്റോളിക് പ്രഷർ എപ്പോഴും ഹൈ ആണ്, ഡയസ്റ്റോളിക് നോർമൽ. അതെന്താണെന്ന് അറിയാനാ? പ്രമേഹമില്ല. നമ്മൾ ഒന്നുകൂടി അതില് ഹലോ അതിലെ മുറയ്ക്ക് മരുന്ന് കഴിക്കണം. അതൊരു വളരെ പ്രധാന കാര്യമാണ്. ഭക്ഷണത്തിന്റെ കൃത്യമായ ഭക്ഷണ ക്രമീകരണവും വേണം. അപ്പം 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ കഴിക്കുന്ന മരുന്നുകളുടെ ഡോസ് കുറയ്ക്കാവുന്നതാണ്. നടത്തം ഉണ്ടല്ലോ അല്ലേ? അല്ലാതെ സിസ്റ്റോളിക് പ്രഷർ എപ്പോഴും കൂടുതലില്ല, ഡയസ്റ്റോളിക് നോർമലാണ്. സിസ്റ്റോളിക് പ്രഷറാണ് കൂടുതലുള്ളത് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് മരുന്നിന്റെ ഡോസ് അവിടുത്തെ കാർഡിയോളജിസ്റ്റിനെ കണ്ട് നമുക്ക് കൂട്ടാവുന്നതാണ് വേണ്ടി വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു എക്കോ ടെസ്റ്റ് ചെയ്യുന്നത് ഉപകാരപ്രദമായിരിക്കും, നമ്മുടെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. ഇടത് വെൻട്രിക്കിളിന്റെ ഫങ്ഷൻ എത്രമാത്രം ഉണ്ടെന്ന് അറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. അതിനൊപ്പം തൈറോയ്ഡ് നോക്കിയിരുന്നോ? തൈറോയ്ഡ് നോക്കിയിട്ടില്ല. ഹലോ, തൈറോയ്ഡ് നോക്കിയിട്ടില്ല. അതൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ മരുന്നുകൾ മുറയ്ക്ക് കഴിക്കണം. മദ്യപാനം പാടില്ല, പുകവലി പാടില്ല, മരുന്നുകൾ മുറയ്ക്ക് കഴിക്കണം, മാസത്തിലും ചെക്കപ്പ് എടുക്കണം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നാണോ, ജില്ലാ ആശുപത്രിയിൽ നിന്നാണോ, എവിടെ നിന്നാണ് ചികിത്സ എടുക്കുന്നത്? അല്ല, മരുന്ന് കഴിച്ചാലും സിസ്റ്റോളിക് പ്രഷർ എപ്പോഴും ഹൈ. എന്താണ് മരുന്ന് കഴിക്കാണ്ട്, BP മരുന്ന് കഴിക്കാണ്ട്, സിസ്റ്റോളിക് പ്രഷർ എപ്പോഴും ഹൈയാ. അതെന്താ? അല്ല, അത് നമുക്ക് വീണ്ടും എക്കോ ചെയ്ത് നോക്കണം, അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടേ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഹൃദയരോഗമുള്ളവരുടെ ഭക്ഷണശീലം എങ്ങനെയായിരിക്കണം? ഹൃദയരോഗമുള്ളവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ
കലോറി കുറഞ്ഞ ഭക്ഷണമായിരിക്കും. അതേ സമയത്ത് അവർക്ക് പച്ചക്കറികൾ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ മുറയ്ക്ക് കഴിക്കാവുന്നതാണ്. മത്സ്യം കഴിക്കുന്നവർക്ക് മത്സ്യം കറി വെച്ച് കഴിക്കാവുന്നതാണ്. ഇലവർഗ്ഗങ്ങൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ നല്ലതാണ്. ചീര, മുരിങ്ങ, നാടൻ പയർ, ബീൻസ് പയർ, മത്തൻ, ഇളവൻ, ഇത്തരം ഭക്ഷണങ്ങൾ. അതേസമയം ചോറിൻ്റെ അളവ് വളരെ കുറയ്ക്കുന്നതായിരിക്കും നന്നായിരിക്കുക. അതുപോലെ ചപ്പാത്തി അളവ് കുറയ്ക്കുക. അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ അളവ് കുറയ്ക്കുക. ഇപ്പോൾ ഒരു ഇഡ്ഡലി കഴിക്കുക, അതേസമയത്ത് ഇഡ്ഡലിക്ക് കറിയായിട്ട് പയർ, ധാരാളം ചെറുപയർ കഴിക്കുക, മമ്പയർ കഴിക്കുക. ഈ മമ്പയറിലൊന്നും തീരെ കൊളസ്ട്രോൾ ഇല്ല. ചെറുപയർ കഴിക്കുക, മമ്പയർ കഴിക്കുക, കടല കഴിക്കുക, പരിപ്പ് കഴിക്കുക. പിന്നെ മുട്ട പുഴുങ്ങി കഴിക്കുക. മുട്ടയുടെ ഉള്ളിൽ മഞ്ഞക്കരു കഴിക്കാൻ പാടില്ല, കാരണം അതിൽ കൊളസ്ട്രോൾ കൂടുതലാണ്. അപ്പം നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. പിന്നെ മുറയ്ക്ക് മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത്, മാസത്തെ ചെക്കപ്പ് എടുക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്. മറ്റേത് പലപ്പോഴും സംഭവിക്കുന്നത്, ഹൃദ്രോഗം ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞവർ ചിലർ മദ്യപിക്കാറുണ്ട്. അത് വളരെ ദോഷപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പുകവലിക്കാൻ പാടില്ല. അതുപോലെ ഭക്ഷണം വളരെ ക്രമീകരിക്കണം. ഇപ്പം പച്ചക്കറികൾ കൂടുതലായുള്ള ഭക്ഷണത്തോടൊപ്പം തൈര് കഴിക്കാവുന്നതാണ്. തൈര് കലോറി കുറഞ്ഞൊരു ഭക്ഷണമാണ്. ഫിഷ് കറി വെച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബേക്കറി ഐറ്റംസ് എല്ലാം ഒഴിവാക്കണം. എങ്കിൽ കൂടി ബദാം പരിപ്പ് കഴിക്കാവുന്നതാണ്. 5 ബദാം പരിപ്പ് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. വെള്ളത്തിലെടുത്തിടുക ബദാം പരിപ്പ്, എന്നിട്ട് പിറ്റേന്ന് രാവിലെ തൊലി കളഞ്ഞിട്ട് എടുത്ത് കഴിക്കുക. അതുപോലെ പിസ്ത കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ആപ്പിള്, ഓറഞ്ച്, കക്കിരി, വെള്ളരി, സ്ട്രോബെറി, ബദാം പരിപ്പ്. ഇപ്പം ഇത്തരം ഫ്രൂട്ട്സുകൾക്ക് പുറമെ നമ്മൾ നാടൻ ഐറ്റംസ് ആയിട്ടുള്ള പച്ചച്ചക്ക, അതുപോലെ തന്നെ ഈ പേരക്ക, ഈ പഴം, ഇതെല്ലാം കഴിക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഓരോ രോഗത്തിൻ്റെയും കൂടെയുള്ള രോഗം, ഉദാഹരണമായിട്ട് ചിലർക്ക് യൂറിക് ആസിഡ് തകരാറുണ്ടാവും. അപ്പോൾ യൂറിക് ആസിഡിൻ്റെ തകരാറുള്ളവർ അവരുടേതായ ചില ശ്രദ്ധകൾ വേണം. അത് കുറച്ച് വ്യത്യാസമുണ്ട്. ഉദാഹരണമായിട്ട് യൂറിക് ആസിഡ് ഉള്ളവർക്ക് ഫിഷ് കഴിക്കാൻ പാടില്ല, ബേക്കറി കഴിക്കാൻ പാടില്ല, ഇറച്ചി കഴിക്കാൻ പാടില്ല, പച്ചക്കറികളിൽ ചീര കഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ കോളിഫ്ലവറും കഴിക്കാൻ പാടില്ല. അപ്പം നമുക്കുള്ള ഏതൊക്കെ രോഗങ്ങളാണോ അതിൻ്റേതായ രീതിയിലാണ് ഭക്ഷണ ക്രമീകരണം എന്ന് പറയുന്നത്. പൊതുവിൽ പറഞ്ഞാൽ ഇത്തരം സസ്യഭക്ഷണങ്ങളും തൈര്, അതുപോലെ തന്നെ ബദാം പരിപ്പ്, പിന്നെ നട്ട്സ്, ബദാം പരിപ്പ് കഴിക്കാം, പക്ഷേ കശുവണ്ടിപ്പരിപ്പ് അധികം കഴിക്കാൻ പാടില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമത്തിലേക്ക് തിരിയണം. ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കാവുന്ന ഫ്രൂട്ട്സ് ധാരാളമായി കഴിക്കുക തന്നെ വേണം. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഫ്രഷ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്, ഡോക്ടർ ഞാനൊന്ന് ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഹലോ ഡോക്ടറിൽ ഇന്ന് സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി സോമസുന്ദരനാണ്. ഡോക്ടർ, ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി ഡോക്ടർ.